ഇതെന്നാ കഥകളിയുടെ തിരശീലമാറ്റിലാണോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഈ കറുത്ത തുണി ഉണ്ടാവും, ഈ തുണിയും ഈ ഒരു മെറ്റീരിയലും കൂടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, നല്ലതല്ലേ? അപ്പോൾ ആ ഒരു കട്ട് പീസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെട്ടലും കുത്തലൊക്കെയാണ്. ഞാനപ്പം ആ ബ്ലാക്ക് ഇലയും പോലെ എടുത്തു, പിന്നെ ഈ കട്ട് പീസ് എടുത്ത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അതിനെ ഒന്ന് പ്രതിഷ്ഠിക്കണം. അത് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് അതിനൊരു ഡിസൈനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ വരയും കുറിയും നടത്തി. പക്ഷേ എൻ്റെ വര കണ്ടാൽ ഞാൻ വലിയ ആർട്ടിസ്റ്റാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ വരയ്ക്കുന്ന പോലെ ഒന്നും അല്ല ഞാൻ കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് യഥാർത്ഥ സംഭവം. അങ്ങനെ നമ്മൾ കട്ടിങ്ങൊക്കെ നടത്തുകയാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഒരു പൂ പോലെയൊക്കെ ആവണം എന്നൊക്കെയാണ്. പക്ഷേ കട്ട് ചെയ്ത് വരുമ്പോൾ എന്തായി തിരുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇപ്പം ചെയ്ത് വന്നപ്പോഴത്തേക്ക് പൂവാണോ കായാണോ എന്ത് സാധനമാണോ എന്ത് ഇറുക്കി പിടിച്ചിരിക്കുന്ന പോലെയോ എന്താണ്ടൊക്കെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ വെട്ടലും കുത്തലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അത് ഇതേപോലെ ആക്കി അടിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ആ തുണിയിലോട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഇതേപോലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? പൂവായിട്ട് തോന്നുന്നുണ്ട്, അത് വേറെ വല്ലതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കി ബ്ലാക്കിൻ്റെ ബാക്കി കുറച്ചുണ്ട്, നമ്മൾ മാറ്റി വെച്ചേക്കാം. അടുത്ത് നമുക്ക് പിന്നെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ഒരു സൈഡിലിങ്ങനെ നമ്മളിങ്ങനെ കടുത്ത്, ഇതാണ് നമ്മുടെ കുർത്തി സെറ്റായിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന് കാണുമ്പോൾ അയൺ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മുടെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ഈ വരുന്ന ഏപ്രിൽ 10, 11, 12 കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് കിംചി കൾച്ചർ എന്ന് പറയുന്നൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫെസ്റ്റിവലിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളും അവിടെ വരണം കേട്ടോ. നിങ്ങളെല്ലാവരും പറഞ്ഞാൽ നമ്മൾ കുറേ അടിപൊളി കളക്ഷൻസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ എന്നാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റ് പറ്റിയതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം മറക്കണ്ട, ഈ വരുന്ന ഏപ്രിൽ 10, 11, 12 കലൂർ സ്റ്റേഡിയം. അപ്പോൾ അവിടെ കാണാം. ടാറ്റ ബൈ ബൈ.